ഇന്ന് തിരുവോണം. ലോകം മുഴുവൻ നന്മയുടെയും സമൃദ്ധിയുടെയും പുരോഗതിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും കർമ്മ ന്യൂസിൻ്റെ ഓണാശംസകൾ. ഓണമാണെങ്കിലും വാർത്തകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ MP കെ സുധാകരൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി. അടുത്ത കാലത്ത് ഇറങ്ങിയതല്ല എന്ന് തോന്നുന്നു. എന്നാലും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ, മുൻ മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ചില കാര്യങ്ങളാണ് അതിൽ കേട്ടത്. കാലങ്ങളോളം പക മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം പാർട്ടിയിലാണെങ്കിലും മറ്റു പാർട്ടിയിലാണെങ്കിലും അല്ലെങ്കിലും ആരോടെങ്കിലും വിരോധം തോന്നിയാൽ അത് മനസ്സിൽ കൊണ്ട് നടക്കും. കൃത്യമായ സമയം വരുമ്പോൾ പക തീർക്കും. പകയടങ്ങില്ല. അദ്ദേഹത്തിന് പക തീർക്കാതെ ഉറക്കം വരില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. സുധാകരൻ്റെ അഭിപ്രായമാണ് ഇതെങ്കിലും പലതും ചേർത്ത് വായിക്കുമ്പോൾ നമുക്കും അതൊക്കെ തന്നെ തോന്നുകയാണ്. ഇദ്ദേഹം ഒതുക്കിയ CPM നേതാക്കളുടെ എണ്ണം എത്രയോ വലുതാണ്. എത്രയോ പേർ ഇന്ന് രാഷ്ട്രീയത്തിൽ പോലും ഇല്ല. പലരും പൊതുപ്രവർത്തനത്തിൽ ഒന്നുമല്ലാത്തവരായി മാറിയിരിക്കുന്നു. VS അച്യുതാനന്ദനോടുള്ള ഇദ്ദേഹത്തിൻ്റെ പകയും വിദ്വേഷവുമൊക്കെ വലിയ ചർച്ചകളായിരുന്നു. VSനെ ഒതുക്കാൻ വേണ്ടി കളിച്ച കളികളുടെ ഒക്കെ കഥകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അതുപോലെ എത്രയോ പേർ. ഇദ്ദേഹത്തിൻ്റെ പകയ്ക്ക് പാത്രമായ എത്രയോ CPMകാരും CPIക്കാരും മറ്റു പാർട്ടിക്കാരും BJPക്കാരും ഒക്കെ തന്നെയുണ്ട്. പക തീർക്കാനുള്ളതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെച്ചത്. 1986 വെണ്ടുട്ടായി ബാബു എന്ന ഒരു സ്വന്തം ബന്ധുവിനെ, ഏതാണ്ട് 20 കൊല്ലം പിണറായി വിജയൻ്റെ സന്തത സഹചാരിയായി നടന്ന വെണ്ടുട്ടായി ബാബുവിനെ, അതും ബന്ധു, അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുവാണ്, ഈ വെണ്ടുട്ടായി ബാബുവിനെ വകവരുത്തിയത് പിണറായിയുടെ അറിവോടെ, അല്ലെങ്കിൽ പിണറായി പ്ലാൻ ചെയ്തതാണ് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. 2021 ഈ വാർത്തകളൊക്കെ ചർച്ചയായി. ഇതേക്കുറിച്ച് പുനരന്വേഷണം വേണം എന്നുള്ള അഭിപ്രായവും ഉയർന്നു വന്നു. വെണ്ടുട്ടായി ബാബു എന്ന വ്യക്തിയുടെ കുടുംബവും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. പിന്നീട് എപ്പോഴോ ഈ കേസും ഇതിൻ്റെ വാർത്തകളുമൊക്കെ ഓർമ്മകൾക്ക് പിന്നിലേക്ക് മറഞ്ഞു. ഈ കഥ പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ പിണറായി പകയെക്കുറിച്ച് വിശദീകരിച്ചത്. ഒരാളെ ഇദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ അയാളെ എല്ലാ തരത്തിലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് പിണറായിയുടെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ചെയ്യും, എന്ത് നെറികെട്ട മാർഗവും ഇദ്ദേഹം സ്വീകരിക്കും എന്ന ഒരു അഭിപ്രായത്തിലേക്കാണ് കെ സുധാകരൻ എത്തിയത്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നത്, രാഷ്ട്രീയത്തിൽ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും സ്വന്തം പാർട്ടിയിൽ പോലും ധാരാളമായി ശത്രുക്കളെ സൃഷ്ടിച്ചെടുക്കുകയും സ്വന്തം രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഏകാധിപതിയെപ്പോലെ പിണറായി ഇന്നും നിലകൊള്ളുന്നു. ഈ ഓണക്കാലത്ത് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹം ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. ഈ അഭിമുഖത്തിൽ പറഞ്ഞത്, ഒരു മാധ്യമത്തോട് പറഞ്ഞത്, പാർട്ടി ഇനി മാറാൻ പോവുകയാണ്. പാർട്ടിയിൽ ഏകാധിപത്യം നടക്കില്ല. പാർട്ടിയിൽ ഒരാളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാർട്ടി എല്ലാത്തിലും കൂട്ടായ തീരുമാനമെടുക്കും എന്നൊക്കെ ബേബിക്ക് പറയാം. എങ്കിലും അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പിണറായി തന്നെ പാർട്ടി, പാർട്ടി തന്നെ പിണറായി. പിണറായിക്ക് വേണ്ടി മാത്രം കുഴലൂതുന്ന ചിലർ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ പാടിപ്പുകഴ്ത്താനും ഇദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ പറയാനുമൊക്കെ കുറച്ച് അധികം ആളുകൾ ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും ഇപ്പോഴും CPM ആണ് എങ്കിലും അവർ പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന്, പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ മാറി ചിന്തിക്കുകയാണ്. V കുഞ്ഞികൃഷ്ണനും G സുധാകരനും TK ഗോവിന്ദനുമൊക്കെ ഉദാഹരണങ്ങൾ മാത്രം, PK ശശിയും ഒക്കെ ഉദാഹരണങ്ങൾ മാത്രം. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പാർട്ടി എങ്ങനെ തിരുത്തും? പാർട്ടി എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നേതാവ്, ആ നേതാവിൻ്റെ ശിങ്കിടികളായി കുറച്ചു പേർ, അവരാണ് പാർട്ടി, അവരാണ് CPM, അവരാണ് എല്ലാം. അപ്പോൾ പിന്നെ CPM ഏതാണ്ട് തീർന്നു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഇനിയിപ്പോൾ 17-18 മാസത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ CPM നേരിടുന്നുണ്ട്. അത് ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഒരിക്കലും CPMന് കടന്നു വരാൻ കഴിയില്ല, അല്ലെങ്കിൽ BJPയെ മറികടന്ന് ത്രിപുരയിൽ ഒരു സാന്നിധ്യമാകാൻ കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.
കേന്ദ്ര നേതൃത്വമുണ്ട്, പൊളിറ്റ് ബ്യൂറോയുണ്ട്, അങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. എങ്കിലും പിണറായി വിജയൻ എന്ന വ്യക്തി മാത്രമായി പാർട്ടി മാറിയതോടുകൂടി പാർട്ടി ഏതാണ്ട് സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. ഈ ഓണക്കാലത്തെങ്കിലും സത്യമെന്തെന്ന് തിരിച്ചറിയുകയും ജനങ്ങളുടെ മനസ്സ് അറിയാനും പാർട്ടി പ്രവർത്തകരെ മനസ്സിലാക്കാനും പാർട്ടിയുടെ അന്തസ്സത്ത മനസ്സിലാക്കാനുമൊക്കെ പാർട്ടിക്ക് കഴിഞ്ഞാൽ, പാർട്ടി നേതാക്കൾക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിണറായി വിജയന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടായേക്കാം. 18 മാസം കാത്തിരിക്കണം എന്നത് ഒരു ദീർഘകാല കാത്തിരിപ്പാണ്. എന്നാൽ പോലും CPM എന്ന പാർട്ടി ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാകുന്ന കാഴ്ച ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം. അതിനൊറ്റ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം അതിന് കാരണക്കാരനായി മാറുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തൊക്കെയായാലും എല്ലാവർക്കും ഈ ഓണക്കാലത്ത് നല്ലത് വരട്ടെ, നല്ലത് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ അത് സംഘടനകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ തന്നെ ജനനന്മയ്ക്ക്, നാടിൻ്റെ നന്മയ്ക്ക്, സ്വന്തം നന്മയ്ക്ക് ഒക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശം കൂടി നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ചിന്തിക്കുകയാണ്.